السلام عليكم ورحمة الله وبركاته. فمن أراد أن يرزق المال ജീവിതത്തിൽ സമ്പന്നനാകണം, സമ്പത്ത് വേണം, പണം വേണം എന്ന് ആഗ്രഹിക്കുന്നവര്, ഒൽ വലദ അതുപോലെ തന്നെ മക്കൾ ആഗ്രഹിക്കുന്നവര്, കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി ഇതുവരെ മക്കൾ ഉണ്ടായിട്ടില്ല എന്ന വിഷമം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് ചെയ്യേണ്ടത് ജീവിതത്തിൽ മഈശത്തിൽ വലിയ വിശാലത ഉണ്ടാകണം, ബർക്കത്ത് ഉണ്ടാകണം. ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ദാരിദ്ര്യവും വന്നുകൂടാ, ഉണ്ടായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ദുന്യാവിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവര് അവര് പതിവാക്കേണ്ടത്, എല്ലാ ദിവസവും അവര് ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? അലാ ഖൗലി യാ ബാസിത്ത് എന്ന ഇസ്മു ചൊല്ലണം. എത്ര വട്ടം ചൊല്ലണം, എങ്ങനെ ചൊല്ലണം? മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. 72 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക. അത് വെറുതെ പറയുന്നതല്ല, മുജറബായ ഒരു വിഷയമാണ്. മഹാന്മാര് പരിശോധിച്ച് അതിൽ അവർക്ക് വലിയ വിജയം കിട്ടിയ, ഫലം കിട്ടിയ ഒരു സംഗതിയാണ്, ഒരു വിഷയമാണ്. യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന ഇസ്മ എല്ലാ ദിവസവും ജീവിതകാലം മുഴുവനും മരണം വരെ ഒരാളെ പതിവാക്കിയാൽ അള്ളാഹു സമ്പത്ത് കൊടുക്കും, മക്കളെ കൊടുക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകും, ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ദുനിയാവും ആഖിറവും അള്ളാഹു നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്യുന്ന അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം. യാ ബാസിത്ത് എന്ന ഇസ്മ എല്ലാ ദിവസവും 72 പ്രാവശ്യം ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ബാസിത്ത് എന്ന അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ മനോഹരമായ ഇസ്മ ഒരു അല്പം ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബാസിത്തു യാ അല്ലാഹ്, 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 യാ ബാസിത്തു യാ അല്ലാഹ്,
يا باسط يا الله 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 يا باسط يا الله